നമസ്കാരം. നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാർ സാധാരണക്കാർ മുതൽ രാജാക്കന്മാർ വരെയുള്ളവർക്ക് ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ഉപകാരപ്പെടുമാറ് നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇതിഹാസങ്ങളിലൂടെ ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ജീവിത ചരിത്രങ്ങൾ ആഖ്യായിക രൂപത്തിൽ എഴുതി പുത്രധർമ്മം, പത്നീധർമ്മം, രാജധർമ്മം മുതലായ ധർമ്മങ്ങളെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കണം എന്ന രീതിയിൽ വിശദീകരിക്കും തരുന്ന പോലെ അതിനകത്ത് വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വേദങ്ങളുടെയും കീഴിൽ ഓരോ ശാസ്ത്രത്തെ ഗന്ധർവവേദം, ധനുർവേദം, ആയുർവേദം മുതലായ ഉപകാരപ്രദങ്ങളായ അനവധി ഗ്രന്ഥങ്ങൾ രചിച്ച് നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഗോപാലകൃഷ്ണൻ സാറ് വിവരിക്കുന്നത് നമുക്ക് ഇന്ന് കണ്ടു നോക്കാം. നമസ്കാരം. ഭാഷാശാസ്ത്രത്തെ അക്ഷരം വിടാതെ ഓരോ വാക്കുകളും എങ്ങനെ ഉണ്ടായി, അതിന്റെ പരിണാമം എന്ത് എന്ന് ശിക്ഷ, നിരുക്ത, വ്യാകരണ, ഛന്ദശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ എഴുതി സ്വർണ്ണ താമ്പാളത്തിലാക്കി മാനവരാശിക്ക് നൽകിയ ലോകത്തിലെ ഒരേ ഒരു സംസ്കൃതിയാണ് ഭാരതത്തിൻ്റെത്. പ്രപഞ്ചത്തിലെ ജ്യോതിർഗോളങ്ങളുടെ ഓരോ സെക്കൻഡിലുമുള്ള ചലനത്തെ കൃത്യമായിട്ട് ആംഗുലർ ഡിഗ്രിയിലും മിനിറ്റിലും സെക്കൻഡിലും ലിപ്തത്തിലും പ്രലിപ്തത്തിലും എഴുതി ഈ പ്രപഞ്ചഗോളങ്ങൾ എപ്രകാരം ചലനാത്മകമാകുന്നു എന്ന് വിവരിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ച ശാസ്ത്രജ്ഞന്മാർക്ക് ജന്മം നൽകിയ ദേശമാണ് ഇത്. ആചാരങ്ങളിലൂടെ കുടുംബത്തെ, സഹോദരന്മാരെ, മാതൃപിതൃബന്ധത്തെ, സമൂഹ ബന്ധത്തെ, രാഷ്ട്ര ചൈതന്യത്തെ വളർത്തിയ കൽപ്പശാസ്ത്രങ്ങൾ എഴുതിയ അത്യുജ്വല ദേശമാണ് ഇത്. ഈ ചിന്താധാരകൾ 18 പുരാണ കഥകളിലൂടെ, അണ്ടർലൈൻ കഥകളിലൂടെ ഓരോ സന്ദേശവും ഓരോ ഹൃദയങ്ങളിലും എത്തിക്കാൻ കഥകളാണ് നല്ലത് എന്ന് മനസ്സിലാക്കി ചരിത്ര വസ്തുതകൾ, ധർമ്മ സന്ദേശങ്ങൾ ഇവയെല്ലാം തന്നെ കഥാരൂപത്തിൽ ഭംഗിയായി ചെറിയ തലമുറയ്ക്ക് കൊടുത്ത് അവർ വളർന്നു വലുതാകുമ്പോൾ ധാർമ്മിക സന്ദേശത്തിന്റെ മൂല്യം സ്വീകരിക്കാൻ അവർക്ക് അവസരം നൽകുന്ന വിധത്തിൽ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എഴുതിയ ദേശം. 2 ഇതിഹാസത്തിലൂടെ ഈശ്വരനെ തന്നെ, മഹാവിഷ്ണുവിനെ മനുഷ്യനായി അവതരിപ്പിച്ച് താഴ്ത്തേക്ക് കൊണ്ടുവന്ന് ശ്രീരാമൻ എന്ന ഇതിഹാസ മര്യാദാ പുരുഷനെ അച്ഛനോട് എങ്ങനെ പെരുമാറണം, അമ്മമാരോട്, ധർമ്മപത്നിയോട്, പ്രജകളോട്, മറ്റു കുടുംബാംഗങ്ങളോട് എപ്രകാരമാണ് കുടുംബ ബന്ധം, സമൂഹ ബന്ധം, രാഷ്ട്രബന്ധം നിലനിർത്തേണ്ടത് എന്ന് ഓരോ മനുഷ്യനെയും രാമായണത്തിലൂടെ പഠിപ്പിച്ചൊരു ദേശമാണ് ഭാരതം. അവതാരമൂർത്തിയായ കൃഷ്ണനെ കൊണ്ടുവന്ന് അസാധാരണമാം വിധം ഉപദേശങ്ങൾ കൊടുപ്പിച്ചൊരു രാഷ്ട്രം. മഹാഭാരതത്തില് ഈ ലോകത്തിൽ എവിടെ നടന്നാലും അത് വ്യാസോച്ഛിഷ്ടം ജഗത് സർവം, വ്യാസൻ പറഞ്ഞതിനപ്പുറം ഒന്നും ഈ ഭൂമിയിൽ നടന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ പാകത്തിന് മഹാഭാരതം എന്ന ഇതി ഇഹ ആസീത് ഇതി ഇതിഹാസ ഇപ്രകാരം ഇവിടെ നടന്നിരുന്നു എന്നറിയിക്കുന്ന ചരിത്ര ഗ്രന്ഥമായ ഇതിഹാസത്തിലൂടെ
നമ്മളുടെ മുമ്പിൽ വെച്ചതാണ് ഭാരതീയ ചിന്താധാരകൾ. എത്ര ഉജ്ജ്വലങ്ങളായ ചിന്താധാരകൾ! എക്കണോമിക്സ് എന്ന ഗ്രന്ഥത്തെ അർത്ഥശാസ്ത്രമാക്കി, ശാസ്ത്രമാക്കി, സയൻസാക്കി വേദത്തോട് ചേർത്തവര്, രാഷ്ട്ര സംരക്ഷണത്തെ ധനുർവേദം എന്ന ഉപവേദമാക്കി യജുർവേദത്തോട് ചേർത്തവര്, ഗാനഗന്ധർവൻ ആലപിക്കുന്ന ഗാനങ്ങളെയും സംഗീത നൃത്തങ്ങളെയും വേദത്തിന്റെ ഭാഗമാക്കി ഗന്ധർവവേദമാക്കി സാമവേദത്തോട് ചേർത്തവരാണ് ഭാരതീയര്. ആരോഗ്യശാസ്ത്രത്തെ ആയുർവേദമാക്കി അഥർവവേദത്തോട് ചേർത്തവര്. ലോകത്തിലെ ഏത് സംസ്കൃതിക്ക് അവകാശപ്പെടാൻ സാധിക്കും? ഇത്രയും ഗ്രന്ഥങ്ങളുടെ അത്യുജ്വലമായ സമാഹാരത്തിന്റെ പൈതൃകത്വം ഇവിടത്തെ ഹിന്ദുവിന് മാത്രം. അല്ലാത്തവനോട് നിന്റെ പൈതൃകമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, അവന്റെ പൈതൃകം ഇന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന പൈതൃകം ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞത് ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി.